പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എഡ്മണ്ട് ഡാംസ് ഒരു ദൂരെയുള്ള ദ്വീപിലെ ഒരു സെല്ലിൽ തടവിലാക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് നാം കണ്ടു. വിവാഹ നിശ്ചയത്തിന്റെ രാത്രിയിൽ തന്നെ വഞ്ചനയുടെ ഫലമായി അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തന്റെ അച്ഛന്റെ പേരും പഴയ കഥകളും പുറത്തുവരുമോ എന്ന ഭയത്താൽ മജിസ്ട്രേറ്റ് വിൽപോർ എങ്ങനെ എഡ്മണ്ടിന്റെ ജീവിതം തകർത്തുവെന്നും നാം കണ്ടു. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ആ പാവം എഡ്മണ്ടിനെ അവന്റെ സെല്ലിൽ തന്നെ വിട്ട് നമുക്ക് കഥയുടെ തുടർഭാഗത്തിലേക്ക് കടക്കാം. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കരുത്. ഇനി നമുക്ക് കഥ തുടരാം. വിൽപോർ വിവാഹ വിരുന്നു നടക്കുന്ന വീട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ എല്ലാവരും അവനെ ആശങ്കയോടെ കാത്തിരിക്കുകയായിരുന്നു. അവന്റെ മുഖം തന്നെ എല്ലാം പറഞ്ഞു, ഇത് ഒരു സാധാരണ സംഭവമല്ലെന്ന്. എന്താണ് സംഭവിച്ചത്? വീണ്ടും ഒരു ഭീകരകാലം വരുമോ? നെപ്പോളിയൻ രക്ഷപ്പെട്ടോ? എന്നിങ്ങനെ ചോദ്യങ്ങൾ പറന്നു. വിൽപോർ ആരെയും നേരിട്ട് നോക്കിയില്ല. അവൻ നേരെ തന്റെ ഭാവി അമ്മായിയുടെ അടുത്തേക്ക് ചെന്നു. മാഡം, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് ഒഴിവാക്കാനാവില്ല. അവൻ തന്റെ പ്രതിശ്രുത വധുവിന്റെ അച്ഛന്റെ നേരെ തിരിഞ്ഞു. മാർത്തിസ് സാർ, കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കാമോ? അവന്റെ ശബ്ദത്തിൽ തന്നെ കാര്യത്തിന്റെ ഗൗരവം വ്യക്തമായിരുന്നു. അവർ ലൈബ്രറിയിലേക്ക് മാറി. എന്താണ് കാര്യം? മാർത്തിസ് ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. എനിക്ക് ഉടൻ തന്നെ പാരീസിലേക്ക് പോകണം, വിൽപോർ പറഞ്ഞു. താങ്കളുടെ സമ്പത്ത് ഓഹരികളിലാണെന്ന് പറഞ്ഞില്ലേ? അതെ. എങ്കിൽ എല്ലാം ഉടൻ വിട്ടഴിക്കണം. ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാകും. മാർത്തിസ് ഞെട്ടി. ഇത്ര ഗുരുതരമാണോ? അതിലും ഗുരുതരമാണ്, വിൽപോർ മറുപടി പറഞ്ഞു. അവൻ പിന്നെ പറഞ്ഞു, എനിക്ക് രാജാവിനെ ഉടൻ തന്നെ കാണണം. ഇടനിലക്കാരില്ലാതെ, നേരിട്ട്. ഈ വാർത്ത ആദ്യം ഞാൻ തന്നെയായിരിക്കാം പറയുന്നത്. അപ്പോൾ എന്റെ ഭാവി ഉറപ്പാകും. ഇവിടെ നമുക്ക് വിൽപോറിന്റെ യഥാർത്ഥ മുഖം കാണാം. അവന് നീതിയല്ല പ്രധാനം, മനുഷ്യരല്ല പ്രധാനം, അവന്റെ ഭാവിയാണ്. ഇതിനിടയിൽ വിൽപോറിന്റെ വാതിലിന് മുന്നിൽ ഒരു നിഴൽ പോലെ ഒരു പെൺകുട്ടി നിന്നിരുന്നു. അവൾ മെസിഡസ്. അവൾ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു, സാരന്റെ എഡ്മണ്ടവൻ എവിടെയാണ്? അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. അവളുടെ മുഖത്ത് പ്രതീക്ഷയുടെ ഒരു ചെറുപ്രകാശമുണ്ടായിരുന്നു. വിൽപോർ അവളെ നോക്കി. ഒരു നിമിഷം അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടായി. പക്ഷേ അവൻ അതിനെ അടിച്ചമർത്തി. അവൻ ഒരു വലിയ കുറ്റവാളിയാണ്, അവൻ കഠിനമായി പറഞ്ഞു. അവനു വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മെസിഡസ് പൊട്ടിക്കരഞ്ഞു. അല്ലാത്, സത്യമല്ല. അവൻ അങ്ങനെ ഒരാളല്ല. ദയവായി അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? മരിച്ചോ? എങ്കിലും പറഞ്ഞു തരൂ. വിൽപോർ മുഖം തിരിച്ചു. അവൻ ഇനി എന്റെ കൈകളിൽ ഇല്ല. അവൻ വാതിൽ അടച്ചു. പക്ഷേ വാതിൽ അടച്ചതുകൊണ്ട് കുറ്റബോധം അടയുന്നില്ല. അവന്റെ ഉള്ളിൽ എന്തോ ഒരു വിങ്ങൽ. ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ഒരു നിരപരാധിയെ ബലി കൊടുത്തു. ഇതുവരെ വിൽപോർ പലരെയും മരണത്തിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അവൻ പശ്ചാത്തപിച്ചിട്ടില്ല, കാരണം അവർ കുറ്റവാളികളാണെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ അവന് അറിയാം. അവൻ ഒരു നിരപരാധിയുടെ ജീവിതം തകർത്തു. അവന്റെ മനസ്സിൽ എഡ്മണ്ടിന്റെ മുഖം തെളിഞ്ഞു. എഡ്മണ്ട് കയ്യിൽ മെസിഡസിനെ പിടിച്ചു നിൽക്കുന്നതായി അവൻ കണ്ടു. അവന്റെ കണ്ണുകളിൽ ചോദ്യങ്ങൾ. എന്തിന് എന്നോട് ഇങ്ങനെ ചെയ്തു? ഒരു നിമിഷം, ഒരു ചെറിയ നിമിഷം വിൽപോർ ആലോചിച്ചു. ഇപ്പോൾ ഞാൻ അവനെ വിട്ടയച്ചാൽ. പക്ഷേ ആ നിമിഷം അവസാനിച്ചു. വാതിൽ തുറന്നു. വണ്ടി തയ്യാറാണ് എന്ന് വേലക്കാരൻ പറഞ്ഞു. അവൻ തന്റെ പോക്കറ്റിൽ പണം നിറച്ചു. കോട്ട് ധരിച്ചു. പിന്നെ മനസ്സിൽ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ ഭാവിയാണ് പ്രധാനം. അവൻ പോയി. റെനെ അവനെ കെട്ടിപ്പിടിച്ചു. നീ എപ്പോൾ മടങ്ങിവരും? അവൾ കരഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഒരു എഡ്മണ്ടിനോട് വൈരാഗ്യവും ഉണ്ടായിരുന്നു. കാരണം അവനാണ് തന്റെ പ്രാണപ്രിയനെ തന്നിൽ നിന്നും അകറ്റിയതെന്ന് അവൾ വിശ്വസിച്ചു. അതേസമയം മെസിഡസ് ഇരുട്ടിൽ ഇരുന്നു. അവൾ ചലിച്ചില്ല. അവൾ ഭക്ഷണം കഴിച്ചില്ല. അവൾ ഉറങ്ങിയില്ല. ഫെർണാണ്ട് അവളുടെ അടുത്ത് ഇരുന്നു. ഞാൻ നിന്നെ വിട്ടുപോയിട്ടില്ല, അവൻ പറഞ്ഞു. അവൾ കേട്ടില്ല.
അവളുടെ ലോകത്ത് ഒരേ ഒരു പേരു മാത്രം ഉണ്ടായിരുന്നു, എഡ്മണ്ട്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. നീ എവിടെയാണ്? നീ ജീവനോടെ ഉണ്ടോ? നീ എന്നെ മറന്നോ? അവൾക്ക് മറുപടി ലഭിച്ചില്ല. മോറൽ എഡ്മണ്ടിനെ രക്ഷിക്കാൻ എല്ലാ വാതിലുകളും മുട്ടി. എല്ലായിടത്തും ഒരേ മറുപടി: അവൻ രാജദ്രോഹിയാണ്. കാഡെറൂസ് മധ്യത്തിൽ തന്റെ കുറ്റബോധം മറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓർമ്മകൾ അവനെ വിടാതെ പിന്തുടർന്നു. ഡഗ്ലാസ് മാത്രം സമാധാനമായി ഉറങ്ങി. കാരണം അവന് ഒരു ശത്രു കുറഞ്ഞു. അവന് അത് മതി. വിൽപോർ പാരിസിലേക്കുള്ള വഴിയിൽ മുന്നോട്ടു പോയി. അവൻ വിജയത്തിലേക്കാണ് പോയത്. എഡ്മണ്ട്. അവൻ മറവിയിലേക്കാണ് പോയത്. ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കപ്പെട്ടു. അവൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, അവൻ വിശ്വസിച്ചതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുറപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും കമന്തായി എഴുതൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കഥ തുടരാം. വിൽപോർ അതിവേഗം പാരിസിലേക്ക് യാത്ര ചെയ്തു. അധിക പണം നൽകി കുതിരകൾ മാട്ടി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ മുന്നോട്ട് കുതിച്ചു. അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം: ഈ വിവരം രാജാവിനോട് ആദ്യം ഞാൻ തന്നെയായിരിക്കണം പറയേണ്ടത്. അങ്ങനെ ചെയ്താൽ എന്റെ ഭാവി ഉറപ്പാകും. അവൻ കൊട്ടാരത്തിലെത്തി. ഒരിക്കൽ നെപ്പോളിയനും പിന്നീട് ലൂയി 18 ഇഷ്ടപ്പെട്ടിരുന്ന വളഞ്ഞ ജനാലയുള്ള ഒരു ചെറിയ മുറി. അവിടെ രാജാവ് ഇരിക്കുകയായിരുന്നു. മുന്നിൽ ഒരു മേശ, ഒരു പുസ്തകം. അതിന്റെ വക്കുകളിൽ ചെറു അക്ഷരങ്ങളിൽ കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ബ്ലാക്കാസ് എന്ന പ്രഭുവും ഉണ്ടായിരുന്നു. സാർ, ബ്ലാക്കാസ് പറഞ്ഞു, എനിക്ക് വലിയൊരു ആശങ്കയുണ്ട്. രാജാവ് തല ഉയർത്തി ചിരിച്ചു. എന്തിനാണ് ഇത്ര പേടി? എന്തെങ്കിലും ദുർസ്വപ്നം കണ്ടോ? അല്ല സാർ, തെക്കൻ പ്രദേശങ്ങളിൽ എന്തോ വലിയൊരു പ്രശ്നമുണ്ടാകാൻ പോകുന്നു എന്ന തോന്നലാണ്. തെക്കൻ പ്രദേശങ്ങളോ? രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ നല്ല കാലാവസ്ഥയാണെന്ന് തന്നെയാണ് കേട്ടത്. ബ്ലാക്കാസ് ഗൗരവത്തോടെ പറഞ്ഞു. നെപ്പോളിയന് സാർ. അവനോ അവന്റെ അനുയായികളോ എന്തോ വലിയൊരു നീക്കം ആസൂത്രണം ചെയ്യുന്നു. രാജാവ് പുസ്തകത്തിൽ കുറിപ്പെഴുതിക്കൊണ്ടിരുന്നു. പിന്നെ തല ഉയർത്തി പറഞ്ഞു. നിന്റെ ഈ പേടി കാരണം എനിക്ക് ശാന്തമായി ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ല. ബ്ലാക്കാസ് കൂടുതൽ ആശങ്കയോടെ മുന്നോട്ടു വന്നു. സാർ, അദ്ദേഹം പറഞ്ഞു, എന്റെ പേടി വെറും അനാവശ്യ ഭ്രമമല്ല. വിശ്വസിക്കാവുന്ന ഒരാളിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമാണ്. തെക്കൻ പ്രദേശങ്ങളിൽ എന്തോ വലിയൊരു നീക്കം നടക്കുന്നുവെന്ന്. രാജാവ് അല്പം ചിരിയോടെ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ഡ്യൂക്ക്, നിന്റെ ഈ ഭയങ്ങൾ എനിക്ക് ഒന്ന് ശാന്തമായി ഇരിക്കാനും അനുവദിക്കുന്നില്ല. എന്നിട്ട് രാജാവ് പുസ്തകത്തിൽ കുറിപ്പെഴുതുന്നത് തുടർന്നു. അപ്പോൾ വാതിൽ തുറന്നു. പോലീസ് മന്ത്രി അകത്തു വന്നു. വരൂ, രാജാവ് പറഞ്ഞു. പറയൂ, നെപ്പോളിയൻ എന്താണ് ചെയ്യുന്നത്? മന്ത്രി അല്പം ചുമച്ചു. പ്രഭോ, ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. ദിവസങ്ങളോളം കടൽത്തീരത്ത് ഇരുന്നു കല്ലുകൾ വെള്ളത്തിലേക്ക് എറിയുന്നതാണ് വിനോദം. രാജാവ് ചിരിച്ചു. അതെന്താ? അതെനിക്ക് ഭ്രാന്തായി തോന്നുന്നില്ല. ചിലപ്പോൾ അത് വലിയ ബുദ്ധിയുടെ അടയാളമായിരിക്കും. ബ്ലാക്കാസ് ഇരുവരെയും നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് സംശയം വ്യക്തമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു. പ്രഭോ, ഒരു ദൂതൻ വന്നിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട വിവരവുമായി. ആരാണ്? രാജാവ് ചോദിച്ചു. മാർസെയിൽസിൽ നിന്നാണ്. അവന്റെ പേര് വിൽപോർ. ഈ പേര് കേട്ടതും രാജാവ് പെട്ടെന്ന് തല ഉയർത്തി. വിൽപോർ? നൂത്തിയറിന്റെ മകൻ? അതെ, വിൽപോർ. അതെ, പ്രഭു. രാജാവ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ പതിയെ പറഞ്ഞു. അവൻ തന്റെ മുന്നേറ്റത്തിനായി ആരെയും ബലി കൊടുക്കുന്ന സ്വഭാവക്കാരനാണ്, അച്ഛനെപ്പോലും. ബ്ലാക്കാസ് അല്പം അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ അവനെ അകത്ത് കൊണ്ടുവരട്ടെ? ഇപ്പോൾ തന്നെ, രാജാവ് പറഞ്ഞു. ഒരു നിമിഷം പോലും വൈകേണ്ട. അല്പസമയം കഴിഞ്ഞ് വാതിൽ തുറന്നു. പൊടിയേറ്റ വസ്ത്രങ്ങളോടെ ക്ഷീണിച്ച മുഖവുമായി വിൽപോർ അകത്തു വന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു. അത് ഭയത്തിൻ്റെതല്ല, ലക്ഷ്യബോധത്തിൻ്റെതായിരുന്നു. അവൻ രാജാവിന്റെ മുന്നിൽ നിന്ന് തല കുമ്പിറ്റു വണങ്ങി. വരൂ മിസ്റ്റർ വിൽപോർ, രാജാവ് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. വിൽപോർ കുറച്ച് മുന്നോട്ട് വന്നു.
പ്രഭോ, അവൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ വാർത്തയല്ല. ഇത് അങ്ങയുടെ സിംഹാസനത്തെയും രാജ്യത്തെ തന്നെയും ബാധിക്കുന്ന ഒരു വലിയ ഭീഷണിയാണ്. ഈ വാക്കുകൾ കേട്ടതോടെ രാജാവിന്റെ മുഖം ഗൗരവമായി. തുടക്കം മുതൽ പറയൂ, രാജാവ് പറഞ്ഞു. എനിക്ക് എല്ലാം ക്രമത്തിൽ അറിയണം. വിൽപോർ ശ്വാസം എടുത്ത് തുടർന്നു. പ്രഭോ, നെപ്പോളിയൻ 3 കപ്പലുകൾ ഒരുക്കുകയാണ്. അവൻ എൽപ്പ ദ്വീപ് വിട്ടിരിക്കാം. അവൻ ഇറ്റലിയിലേക്കോ ഫ്രാൻസിലേക്കോ വരാൻ ശ്രമിക്കുമെന്നാണ് എന്റെ ശക്തമായ സംശയം. ഇത് നീ എങ്ങനെ അറിഞ്ഞു? രാജാവ് ചോദിച്ചു. പ്രഭോ, വിൽപോർ പറഞ്ഞു, മാർസെയിൽസിൽ ഞാൻ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഒരു യുവ നാവികൻ. അവൻ എൽപ്പയിൽ പോയിരുന്നു. അവിടെ വെച്ച് അവൻ നെപ്പോളിയന്റെ ആളുകളെ കണ്ടിരുന്നു. അവർ അവനെ ഒരു രഹസ്യ സന്ദേശവുമായി പാരീസിലേക്ക് അയച്ചിരുന്നു. ബ്ലാക്കാസ് ഞെട്ടി. അവൻ ഇപ്പോൾ എവിടെയാണ്? രാജാവ് ചോദിച്ചു. തടവിലാണ് പ്രഭോ, വിൽപോർ മറുപടി നൽകി. അവൻ അല്പം നെത്തി പിന്നെ പറഞ്ഞു. പ്രഭോ, ഈ വാർത്ത നൽകാൻ ഞാൻ എന്റെ വിവാഹദിനം പോലും ഉപേക്ഷിച്ചാണ് ഇവിടെ വന്നത്. എന്റെ വ്യക്തിപരമായ സന്തോഷത്തെക്കാൾ അങ്ങയുടെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. ഈ വാക്കുകൾ രാജാവിനെ അല്പം സ്പർശിച്ചു. നീ ധൈര്യത്തോടെ വന്നിരിക്കുന്നു, രാജാവ് പറഞ്ഞു. എന്നാൽ നിനക്ക് അറിയാം, നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് വന്നാലും ജനങ്ങൾ അവനെ പിന്തുണക്കില്ല. രാജ്യം മുഴുവൻ അവനെതിരെ എഴുന്നേറും. അവന്റെ ശ്രമം പരാജയപ്പെടും. വിൽപോർ തലകുനിച്ചു. പ്രഭു, അവൻ പറഞ്ഞു, അതെ. എന്നാൽ അപകടം ചെറുതെന്ന് കരുതുന്നത് വലിയ പിഴവായിരിക്കും. ചിലപ്പോൾ ഭീഷണികൾ ചെറുതായി തോന്നുമ്പോഴാണ് അവ ഏറ്റവും അപകടകാരികളാകുന്നത്. ഈ നിമിഷത്തിൽ വാതിൽ പെട്ടെന്ന് തുറന്നു. പോലീസ് മന്ത്രി അകത്തു വന്നു. അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു. അയാളുടെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. എന്തോ സംഭവിച്ചിരുന്നു. വളരെ ഗുരുതരമായ എന്തോ. രാജസഭയിൽ ആ നിമിഷം ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത നിറഞ്ഞു. പോലീസ് മന്ത്രിയുടെ മുഖത്ത് പടർന്ന ആ വിറയൽ കണ്ടതോടെ രാജാവ് ലൂയി 18 തന്റെ മുന്നിലിരുന്ന മേശ ശക്തിയായി തള്ളിമാറ്റി. എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ ഇത്രയും വിറക്കുന്നതെന്തിന് എന്നും. ആ മുറിയിൽ ആരും ശ്വാസം വിടാൻ പോലും ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ വിറയുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞു, സാർ, നെപ്പോളിയൻ ഫ്രാൻസിൽ ഇറങ്ങിയിരിക്കുന്നു. ആ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തിൽ ഇടിമുഴക്കമായി വീണു. ഫ്രാൻസിൽ എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നും. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ കോപവും ഭയവും തകർന്ന് പോകുന്ന ഒരു സാമ്രാജ്യത്തിന്റെ വേദനയും ഒരുമിച്ചു കലർന്നു. ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും ഇതിനെക്കുറിച്ച് ഇത്ര വൈകിയാണ് അറിഞ്ഞത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇതാണോ നിങ്ങൾ എന്നോട് കാണിക്കുന്ന വിശ്വസ്തത എന്നും. മുറി മുഴുവൻ ശവസമാനമായ നിശബ്ദതയിൽ മുങ്ങി. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഒരാളിലേക്കായി. വിൽപോർ. പോലീസ് വകുപ്പിനു പോലും കണ്ടെത്താനാകാത്ത കാര്യങ്ങൾ അവൻ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു. രാജാവ് അവനെ നോക്കി. നീ ഞങ്ങളെ മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞു. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ദുരന്തം നമ്മെ പൂർണ്ണമായി തകർത്തേനെ എന്നും. വിൽപോർ ശാന്തമായി തലകുനിച്ചു. സാർ, ഇത് എന്റെ ബുദ്ധിയല്ല. ഇത് ദൈവത്തിന്റെ ഇച്ഛയാണ്. എന്നാൽ ഈ വാക്കുകൾക്കുള്ളിൽ ഒരു കണക്കുകൂട്ടൽ മറഞ്ഞിരുന്നു. ഒരു നിമിഷം കൊണ്ട്. രാജാവിന്റെ വിശ്വാസം മാത്രമല്ല, അവനെ തകർക്കാൻ കഴിയുമായിരുന്ന പോലീസ് മന്ത്രിയുടെ പിന്തുണയും അവൻ ഒരേ സമയം നേടിയെടുത്തു. ഇത് വെറും വിജയം അല്ലായിരുന്നു. ഇത് ഒരു മാസ്റ്റർ മൂവ് ആയിരുന്നു. പിന്നെ അവന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. രാജാവ് സ്വന്തം കൈകളാൽ അവനെ ബഹുമാനിച്ചു. ഇത് നിന്റെ വിശ്വസ്തതയുടെ അടയാളമാണ് എന്ന് പറഞ്ഞു. വിൽപോറിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൻ ജയിച്ചു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. അവൻ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു അജ്ഞാതൻ അവനെ കാണാൻ വന്നിരുന്നു. ആ മനുഷ്യന്റെ വിവരണം കേട്ടതുമാത്രം വിൽപോർ വിറച്ചു. ഇത് അദ്ദേഹമാണ്, എന്റെ അച്ഛൻ. വാതിൽ തുറന്നു. അകത്ത് കയറിയത് അവന്റെ പിതാവായിരുന്നു. അവൻ മറയ്ക്കാൻ ശ്രമിച്ച, അവൻ ഭയപ്പെട്ട, അവന്റെ മുഴുവൻ ജീവിതം തകർക്കാൻ കഴിയുന്ന ആ മുഖം ഇപ്പോൾ അവന്റെ മുന്നിൽ തന്നെ. ഇങ്ങനെ ഒരു വശത്ത് അധികാരത്തിനായി എല്ലാം ത്യജിക്കാൻ തയ്യാറായ വിൽപോർ, രാജാവിന്റെ വിശ്വാസവും തന്നെ തകർക്കാനാകുമായിരുന്ന പോലീസ് മന്ത്രിയുടെ പിന്തുണയും ഒരേ നിമിഷത്തിൽ സ്വന്തമാക്കി അധികാരത്തിന്റെ ഉയരങ്ങളിലേക്ക് കുതിച്ചു. അതേസമയം ഒന്നും അറിയാതെ നിരപരാധിയായ എഡ്മണ്ട് ഡന്തസ്
ഒരു വിദൂര ദ്വീപിലെ ഇരുണ്ട തടവറയിലാണ് അവനു വേണ്ടി കരയാൻ പോലും ആർക്കും കഴിയാത്തിടത്ത് അവന്റെ ജീവിതം തകർത്തത് ഒരു ശത്രുവിന്റെ വാൾ ആയിരുന്നില്ല, ഒരു സുഹൃത്തിന്റെ ദ്രോഹവും ഒരു ഉദ്യോഗസ്ഥന്റെ ഭയവും ഒരു മകന്റെ സ്വാർത്ഥതയുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വിൽപോറിന്റെ മുന്നിൽ അവൻ ഏറ്റവും ഭയപ്പെട്ട ആ മുഖം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവന്റെ പിതാവ്. ഇനി ഈ കഥ എവിടേക്ക് പോകും? അധികാരം വിൽപോറിനെ രക്ഷിക്കുമോ, അല്ലെങ്കിൽ അവനെ തന്നെ നശിപ്പിക്കുമോ? എഡ്മണ്ട് ദാന്തസ് ഈ ഇരുണ്ട തടവറയിൽ നിന്ന് ഒരിക്കലെങ്കിലും പുറത്തുവരുമോ? നീതി ജയിക്കുമോ അതോ ചതിയോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള യാത്ര നമുക്ക് തുടരാം അടുത്ത ഭാഗത്തിൽ. അതുവരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റായി പങ്കുവെക്കൂ. നമുക്ക് ഈ യാത്ര ഒരുമിച്ച് തുടരാം.